മനസ്സിലൊരു ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ലവ് കോമ്പോ എടുത്തു കഴിഞ്ഞാൽ ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്യും എന്നുള്ളൊരു ചിന്ത. അത് ശരി. ആ പച്ച മലയാളത്തിൽ തന്നെയാണ് റിവ്യൂ ചെയ്യുന്നവരും കമൻറ്റ് ബോക്സ് പോട്ടെ, ഒരുപാട് ഫേക്ക് ഉണ്ടായിരിക്കാം. ആ ഒരു പച്ച മലയാളത്തിൽ തന്നെയാണ് റിവ്യൂ ചെയ്യുന്ന ആൾക്കാരും പറഞ്ഞത് ഒരു ലവ് കോംബോ അവിടെ ജാസ്മിൻ ജാഫർ പരീക്ഷിച്ചു. അത് ചൂണ്ടിക്കാണിക്കുന്ന സമയത്ത് നമ്മൾ റിവ്യൂവേഴ്സ് മാത്രമല്ല അതിനുള്ള കണ്ടസ്റ്റൻസ് വരെ ചൂണ്ടിക്കാണിക്കുന്ന സമയത്ത് അവരോട് സ്ട്രോങ് ആയിട്ട് ഒപ്പോസ് ചെയ്തിട്ട് ഞാനും ഗബ്രിയും തമ്മിൽ യാതൊരുവിധ റിലേഷൻഷിപ്പും ഇല്ല, ഞങ്ങൾ തമ്മിൽ പ്യുവർ ഫ്രണ്ട്ഷിപ്പാണ് എന്ന് ജാസ്മിൻ ജാഫർ പറഞ്ഞതാണ്. അത് ആക്സെപ്റ്റ് ചെയ്യാത്തത് നമ്മൾ. ഇതാണ് ഇവിടുത്തെ കംപ്ലീറ്റ് ഡിസ്കഷൻ. ആ സമയത്താണ് ഒരു ആൻജിയോപ്ലാസ്റ്റി ഹാർട്ടിന് ബ്ലോക്കൊക്കെ ഉള്ളൊരു മനുഷ്യന് ഇൻ്റർവ്യൂ കൊടുക്കുന്നത്. ഞാൻ സീരിയസ് ആയിട്ടൊരു കാര്യം പറയട്ടെ, ഈ ഒരു വീഡിയോ റിയാക്ട് ചെയ്യണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇന്ന് രാവിലെ വരെ ഈ വീഡിയോ റിയാക്ട് ചെയ്യേണ്ടെന്ന് വിചാരിച്ചാൽ. റീസൺ എന്താണെന്ന് വെച്ചാൽ ഇതെന്താ അറിയോ, ജാസ്മിൻ ജാഫർ ഫസ്റ്റ് വീക്ക് രതീഷ് പോയതിന് ശേഷം നെക്സ്റ്റ് ആ ഒരു ദിവസം മുതലാണ് ജാസ്മിൻ ജാഫറിന് കംപ്ലീറ്റ് ആയിട്ട് സൈബർ ബുള്ളിങ് അതിൻ്റെ ഉള്ളിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇതിപ്പോൾ ഈ ഇൻ്റർവ്യൂയോട് കൂടി എന്ത് സംഭവിച്ചു അറിയോ, ആ പേരൻസിന് ഇത് കിട്ടാൻ പോവാണ്, അവർക്ക് ട്രോളും കാര്യങ്ങളും കിട്ടുന്നു. ഈ ഒരു ഹാർട്ടിൻ്റെ ഒരു കണ്ടീഷൻ ഇത്രയും മോശമായിട്ടിരിക്കുന്ന സിറ്റുവേഷനിൽ എന്തിനാണ് ഇങ്ങനൊരു ഇൻ്റർവ്യൂ ഇവിടെ കൊടുത്തിട്ടുള്ളത്? കാരണം സ്വാഭാവികമായിട്ടും ഇനി ആ ഇൻ്റർവ്യൂ ആൾക്കാർ കീറി മുറിച്ച് പരിശോധിക്കും. എനിക്ക് പോലും ഒരുപാട് സംശയങ്ങൾ ആ ഇൻ്റർവ്യൂ കണ്ട സമയത്ത് കണ്ടു. നമുക്ക് ചോദിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ, നമുക്ക് എന്താ പറയുക, സംശയം തോന്നുന്ന കാര്യങ്ങൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു പക്ഷേ ചിലപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് വിഷമം വരാം. പക്ഷേ ഞാൻ പറയുന്നുണ്ട്, എപ്പോഴും നമ്മൾ വീഡിയോസിൽ പറയുന്നതാണ്, ഒരാളുടെ സ്വകാര്യതയിലേക്ക് വന്നിട്ട് നമ്മൾ ഒരു വീഡിയോസും ചെയ്യുന്നില്ല, ഒരു കാര്യം അഭിപ്രായപ്പെടുന്നില്ല. നിങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവയ്ക്കുന്ന കാര്യങ്ങൾ എടുത്തു വെച്ചിട്ടാണ് നമ്മൾ റിയാക്ട് ചെയ്യുന്നത്. ഈ ഒരു ഇൻ്റർവ്യൂ അൺവാണ്ടഡ് ആയിരുന്നു. കാരണം എന്താ വെച്ചാൽ കഴിഞ്ഞ ആഴ്ച കുറച്ച് ദിവസങ്ങളിൽ ജാസ്മിൻ ജാഫർ അത്രയും കാര്യങ്ങൾ അതിൻ്റെ ഉള്ളിൽ അനുഭവിക്കുന്നുണ്ട്. അതിൻ്റെ 10 ഇരട്ടി നിങ്ങൾ ഫാമിലി അനുഭവിക്കേണ്ടവർ. ഫാമിലി അനുഭവിക്കുന്ന സിറ്റുവേഷനിൽ അത് കഴിഞ്ഞ ഫ്രൈഡേയോട് കൂടി ഒരുവിധം കഴിഞ്ഞു. അതെല്ലാവരും ഏഷ്യാനെറ്റിനെയാണ് അവിടെ കുറ്റം പറയുന്നത്. സ്വാഭാവികമായിട്ട് പറഞ്ഞതെന്ന് വെച്ചാൽ സ്വന്തം മകൾ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെയൊക്കെ കാണിക്കുന്ന സമയത്ത് പേരൻസിന് പുറത്ത് പ്രശ്നം വരും. ഇങ്ങനെയൊക്കെ കാണിക്കുന്ന വെച്ചാൽ മോശം കാണിച്ചു എന്നല്ല കേട്ടോ, എന്താണെന്ന് നിങ്ങൾക്കിപ്പോൾ അത് മോശമായി തോന്നിയല്ലോ, നിങ്ങൾ തന്നെ അതിൽ അഡ്മിറ്റ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ അത് ഇങ്ങനെ ബിഹേവ് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും മോശമായി തോന്നി. നിങ്ങളത് പറഞ്ഞ് കോംപ്രമൈസായി. ഏഷ്യാനെറ്റിനാണ് എല്ലാവരും പറഞ്ഞത്. ഞാൻ റിവ്യൂ ചെയ്ത സമയത്ത് ആ ഒരു ഷോൻ്റെ സുതാര്യതയും കാര്യങ്ങളുമാണ്. എന്തിനാണോ അതിൻ്റെ ഉള്ളിൽ പോയിട്ടുള്ളത്, ലോകത്തിന് ഗതി അറിയാതെ അതിനുള്ളിൽ പോയി ഗെയിം കളിക്കുന്ന സമയത്ത് പുറത്തെ കാര്യങ്ങൾ എത്തിച്ചു കൊടുത്തു എന്നുള്ള സിറ്റുവേഷൻ ഏഷ്യാനെറ്റിനെ പഴിക്കുന്നതാണ്. പേരൻസിനെ ഒരിക്കലും പറയുന്നില്ല. സ്വാഭാവികമായിട്ടും അവർക്ക് എന്തെങ്കിലും ഒരു വഴി ഉണ്ടെങ്കിൽ നമ്മുടെ നമ്മുടെ വേണ്ടപ്പെട്ട ആൾക്കാരുടെ ഒരു പ്രതിച്ഛായ മോശമാവണ്ട എന്നുള്ള കണ്ടീഷനിൽ വിളിച്ച് പറയും. അവിടെ ഏഷ്യാനെറ്റിനെ കുറ്റപ്പെടുത്തുന്ന സിറ്റുവേഷനിൽ ഒരാവശ്യമില്ലാതെ ഇങ്ങനെ ഇൻ്റർവ്യൂ കൊടുത്തിട്ട് നിങ്ങൾ അടുത്ത ഒരു പണി വാങ്ങി വെച്ചു എന്ന് എനിക്കിതിൽ തോന്നുന്നുള്ളൂ കേട്ടോ. കാരണം ഈ ഇൻ്റർവ്യൂ ഒരുവിധം എല്ലാവരും എടുത്തിട്ട് റിയാക്ട് ചെയ്യും. ഞാൻ ആരുടെയും റിയാക്ഷൻസ് കണ്ടിട്ടില്ല, പക്ഷേ നമുക്ക് നേരം കിട്ടിയിട്ടില്ല. പിന്നെ ഞാൻ ഇത് ചെയ്യണ്ട എന്ന് വിചാരിച്ചു. പക്ഷേ പിന്നെ കുറച്ച് കാര്യങ്ങൾ ഇതിൽ പറയാൻ വേണ്ടിയാണ്. ഓക്കെ, അപ്പോൾ ജാസ്മിൻ ജാഫറിൻ്റെ പേരൻസിൻ്റെയാണ് ഇൻ്റർവ്യൂ നമ്മൾ റിയാക്ട് ചെയ്യുന്നത്. മനോവിഷമം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. ഇത് നമ്മുടെ ഒരു പബ്ലിക് ഒപ്പീനിയനാണ്. വളരെ മോശമായിട്ടാണ് യൂട്യൂബേഴ്സിനെ പൊതുവേ എല്ലാവരും പറയുന്നത്. എന്നാൽ എല്ലാവർക്കും ഇത് കാണും വേണം. ഏറ്റവും രസമാണ്, യൂട്യൂബേഴ്സ് വളരെ മോശമാണ്. യൂട്യൂബേഴ്സ് എല്ലാത്തിൻ്റെയും കുറ്റം യൂട്യൂബേഴ്സിനാണ്. ചെയ്യുന്നവനോ ഇത് വേറെ അങ്ങനത്തെ യാതൊരുവിധ കുഴപ്പമില്ല. എല്ലാം യൂട്യൂബേഴ്സ്. ഇല്ലാത്തവർ മീൻസ് അങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ട്. പക്ഷെ അതല്ല വേണ്ട. പക്ഷേ അയച്ചിട്ട് എല്ലാവരും അടക്കി പറയുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് നമുക്കും കൊള്ളും. അപ്പോൾ കൊള്ളുന്ന സമയത്ത് നമ്മൾ റിട്ടാലിയേറ്റ് ചെയ്യും, നമ്മൾ തിരിച്ചു പറയും. ആ ഒരു രീതിയിലുള്ള വീഡിയോ ആയിട്ട് ദയവ് ഇതിനെ കാണാം. എനിക്ക് ഇഷ്ടമല്ലാത്തൊരു കാര്യം ജനങ്ങൾക്ക് ഇഷ്ടം, എന്റെ ഫാദറായി എനിക്ക് തന്നെ തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് ഓവർ സ്മാർട്ടാണ് അല്ലെങ്കിൽ ഓവറാണ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടോ. അപ്പൊ പിന്നെ ജനങ്ങൾക്ക് തോന്നും ഇത് എന്റെ മകൾ ഒരു ഗെയിം സ്പിരിറ്റ് ആയിട്ട് എടുത്തിട്ടുണ്ടെങ്കിലും പക്ഷെ അതിൽ തെറ്റ് തന്നെയാണ് ഞാൻ തുറന്നു പറയും. ആ തെറ്റ് തുറന്നു പറയാണ് യൂട്യൂബേഴ്സ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ആ കാണിച്ചതിന് വ്യൂസിന് വേണ്ടി അല്ലാണ്ട് ചാരിറ്റിക്ക് വേണ്ടിയിട്ട് ആരെങ്കിലും എന്തെങ്കിലും ചെയ്യും. അത് കുറച്ച് കാര്യങ്ങൾ പറയണം, നമുക്ക് അതിലേക്ക് വരാം. എല്ലാവരും ഒരേ ചിന്താഗതിയല്ല. എല്ലാ ജനങ്ങളും ഓരോന്നും അക്സെപ്റ്റ് ചെയ്യുന്നവരല്ല. പല ചിന്താഗതിക്കാരുണ്ട്. ഇതെല്ലാം നമ്മൾ ഇപ്പൊ എന്റെ മകളാണെന്ന് വിചാരിച്ചിട്ട് ഇതെല്ലാം ശരിയെന്ന് ഞാൻ പറയത്തില്ല. തെറ്റെന്ന് തന്നെ ഞാൻ പറയും. എന്ന് വിചാരിച്ച് ഒരു കുട്ടിയുടെ പേരിൽ ഇത്രയും അങ്ങ് ഓരോന്ന് അഴിച്ചുവിടാൻ ഓരോ യൂട്യൂബ് ചാനലുകാർ കയറിയിരുന്നുണ്ട്. ഓക്കെ, സോ ഇതിലൊരു കാര്യം എന്താ പറയുക വെച്ചാൽ എല്ലാവരും വ്യൂസിന് വേണ്ടിയിട്ടാണ് സംഭവമാണെന്ന് പറഞ്ഞു. ജാസ്മിൻ ജാഫർ ബിഗ് ബോസിൽ പോയത് ചാരിറ്റിക്ക് വേണ്ടിയിട്ടല്ലല്ലോ. ഒരു കണ്ടസ്റ്റൻറ്റും ബിഗ് ബോസിൽ പോകുന്ന ചാരിറ്റിക്ക് വേണ്ടിയിട്ടല്ല. അതായത് സത്യമാണല്ലോ, അതിൽ യാതൊരു സംശയമില്ലല്ലോ. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രോഗ്രാമിൽ പോകുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ചിന്തിക്കേണ്ട കാര്യം, ആക്സെപ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. അതിൽ നമ്മൾ എന്ത് കാര്യം ചെയ്യുന്നു, ഒരുപാട് ക്യാമറാസ് നിങ്ങളെ ഫോക്കസ് ചെയ്യുന്ന സമയത്ത് അതിനുള്ളിൽ ചെയ്യുന്ന എല്ലാ കാര്യവും നിങ്ങൾക്കത്
പോസിറ്റീവായിട്ടും വരാം, അതിനേക്കാളും കൂടുതൽ നെഗറ്റീവായിട്ട് വരാം എന്നുള്ളത് 100% ചിന്തിച്ച് വേണമായിരുന്നു അതിൻ്റെ ഉള്ളിൽ പോയി ചെയ്യാനും ബാക്കിയുള്ള കാര്യങ്ങൾ എന്താ പറയുക അഭിപ്രായം പറയുന്ന എല്ലാ കാര്യങ്ങളും അതിൻ്റെ ഉള്ളിൽ പോയി ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് ഫാമിലി മനസ്സിലാക്കണം. ശരിയാണ്, യൂട്യൂബിൽ വീഡിയോസ് ചെയ്യുന്ന വ്യൂസിന് വേണ്ടിയിട്ടാണ്. ബിഗ് ബോസിൽ ഗെയിമിൽ കളിക്കാൻ പോകുന്ന ചാരിറ്റിക്ക് വേണ്ടിയിട്ടൊന്നുമല്ലല്ലോ. ബിഗ് ബോസ് എന്നൊരു ഗെയിം ഷോ അതിൻ്റെ ഇപ്പോൾ ഫസ്റ്റ് സീസണല്ല, നമ്മുടെ നാട്ടിൽ ആദ്യമായിട്ടുള്ളതല്ല. 5 സീസൺ കഴിഞ്ഞ് 6ാമത്തെ സീസൺ വരുന്ന സമയത്ത് വളരെ ക്ലിയർ ആയിട്ട് എവിഡൻ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അതിൻ്റെ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ പല രീതിയിലും ആൾക്കാർക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതിനൊക്കെ ഏറ്റവും രൂക്ഷമായ ഭാഷയിലൂടെയും കാര്യങ്ങളിലൂടെയും ആൾക്കാർ പ്രതികരിക്കും. ഇതൊന്നും ഇല്ലാഞ്ഞിട്ടല്ലല്ലോ. അതിൻ്റെ ഒരു ഭാഗമാണ്. ഈ എൻ്റെ മകൾ ഏഷ്യാനെറ്റിലെ ഈ ബിഗ് ബോസ് ഗെയിമിൽ പോകുമ്പോൾ തന്നെ 18 മത്സരാർത്ഥികളുണ്ട്, 19 പേരുണ്ട്. ഈ 19 പേരുടെയും കുടുംബത്തിൽ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് എന്ത് എമർജൻസി പ്രശ്നമുണ്ടെങ്കിലും ഏഷ്യാനെറ്റുമായിട്ട് ബന്ധപ്പെടാൻ. അങ്ങനെ ഞാൻ ഏഷ്യാനെറ്റിനോട് എനിക്ക് ഒരു വയ്യായിക വന്നപ്പോൾ വിളിച്ചു ചോദിച്ച് എൻ്റെ മകളുമായിട്ടൊന്ന് ബന്ധപ്പെടാൻ അല്ലെങ്കിൽ ഒന്ന് സംസാരിക്കാനുള്ള ഇത് പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പം അതിൽ നിന്ന് തന്നെ എനിക്ക് റിപ്ലൈ വന്നു, മകളുമായിട്ട് സംസാരിക്കാനുള്ളൊരു ഇത് കിട്ടില്ല, വേണമെങ്കിൽ ഞങ്ങൾ എന്താണെന്ന് വെച്ചാൽ അറിയിപ്പിക്കാം എന്ന് പറഞ്ഞു. അപ്പൊ ഞാനിങ്ങനെ പറഞ്ഞു എനിക്ക് 2-3 ബ്ലോക്ക് ഉണ്ടായിരുന്നു, അത് 2 ബ്ലോക്ക് 5+ കഴിഞ്ഞാണ്. സംഭവം വളരെ സിമ്പിളാണ്. ഓക്കെ, ജാസ്മിൻ ജാഫറിൻ്റെ ഗെയിം പുറത്തുള്ളവർക്ക് ഇഷ്ടപ്പെട്ടില്ല, പേരൻസിനും ഇഷ്ടപ്പെട്ടില്ല. അവർക്കിത് എങ്ങനെയെങ്കിലും മകളെ അറിയിക്കണം എന്നുള്ള ഒരു ആഗ്രഹം സ്വാഭാവികമായിട്ടുണ്ടാവും. നമ്മളതിന് തെറ്റ് പറയുന്നില്ല. ഓക്കെ, അവരങ്ങനെ ഏഷ്യാനെറ്റിനെ കോൺടാക്ട് ചെയ്യുന്നു. ഏഷ്യാനെറ്റ് സമ്മതിക്കുന്നില്ല. ലാസ്റ്റ് ഇയാൾ ഒരുപാട് റിക്വസ്റ്റ് ചെയ്തതിന് ശേഷം ഏഷ്യാനെറ്റ് അതിനെ ആക്സെപ്റ്റ് ചെയ്തു. നിങ്ങളുടെ അസുഖവിവരം പറയുന്ന കൂട്ടത്തിൽ നിങ്ങളൊരു പക്ഷേ ചിലപ്പോൾ ഹിൻഡ് കൊടുത്തിട്ടുണ്ടായിരിക്കാം, നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരിക്കാം. ഇത് തെറ്റാണെന്നാണ് എല്ലാവരും പറയുന്നത്. കാരണം ബിഗ് ബോസ് പോലത്തെ ഒരു ഷോ പുറത്തെ കാര്യങ്ങൾ ഒരു കാരണവശാലും ഉള്ളിൽ അറിയിക്കാൻ പാടില്ല എന്നുള്ള സിറ്റുവേഷനിൽ ഒരു കാരണവശാലും അറിയിക്കാൻ പാടില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ ഷോ ക്വിറ്റ് ചെയ്ത് പോകണം. ഇതിപ്പോൾ എന്താ സംഭവിച്ചാൽ എല്ലാ കാര്യങ്ങളും വിട്ട് ജാസ്മിൻ അതിൻ്റെ ഉള്ളിൽ പ്രോപ്പറായിട്ട് കളിക്കാൻ തുടങ്ങി. തുടക്കം തൊട്ടേ ജാസ്മിൻ ഇങ്ങനൊരു സംഭവം ചെയ്തില്ല, ഇതൊരു സംഗതി നന്നില്ല, ഇങ്ങനൊരു സംഗതി നടന്നില്ല എന്ന് ഇരിക്കാം. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ ജാസ്മിനെ 100% എല്ലാവരും ആക്സെപ്റ്റ് ചെയ്യും. കാരണം വെച്ചാൽ അത് സ്വയം തിരുത്തി മനസ്സിലാക്കുക. ഇത് പുറത്തുനിന്ന് പറഞ്ഞു കൊടുത്തിട്ട് ചെയ്യാറുണ്ട്. പിന്നെ എന്താ ആ ഷോയിലൊരു രസമുള്ളത്? ഇത് കാണിച്ചു തരാം. പിന്നെ ആൾക്കാർ ചുമ്മാതെ അതായതാന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇത് അറിയാവുന്നവർക്ക് കണ്ടാൽ അറിയാം. ഇത് അതെ അതെ, ഇതാണ് എൻജോപ്ലാസ്റ്റിക് കഴിഞ്ഞ ഇത് അതെ, ഇത് 2 ബ്ലോക്കാണ്. 2 ബ്ലോക്കാണ്. അതെ, ഇതാണ് ഇതിന്റെ ഇത്. ഇതില് എൻജോപ്ലാസ്റ്റ് കഴിഞ്ഞാണ്. ഇതാണ് എന്റെ ബ്ലോക്കിന് ബാക്കി നിൽക്കുന്നത്. ഈ ബ്ലോക്കാണ് ബാക്കി നിൽക്കുന്നത്. ഇത് കണ്ടാൽ അറിയാം, അറിയാവുന്നവർക്ക് കണ്ടാൽ അറിയാം. കഴിഞ്ഞ ഡിസംബർ 20-ാം തീയതി ഇതൊക്കെ ഒഴിവാക്കായിരുന്നു കേട്ടോ. ഈ ഒഴിവാക്കല്ല, ഇതൊക്കെ കാണിക്കാന്ന് വെച്ചാൽ അറ്റ്ലീസ്റ്റ് ഈ ഒരു ചാനലിൻ്റെ സൈഡിൽ കാണിക്കാമായിരുന്നു. ഇതിപ്പോൾ ഇങ്ങനെ കാണുന്നത് എന്തോ ഒരു പേപ്പർ കാണിച്ചു എന്നുള്ള രീതിയിൽ. പൊതുവേ ഇൻ്റർവ്യൂ അതിനടിയിൽ കമൻസ് കേട്ടോ. പൊതുവേ ഇൻ്റർവ്യൂ ജാസ്മിൻ ജാഫറിനെയും കുടുംബത്തിനെയും കംപ്ലീറ്റ് വെളുപ്പിക്കാനുള്ളൊരു അഡ്ജസ്റ്റ്മെൻ്റ് ആയിട്ടാണ് എല്ലാവരും കമൻ്റായിട്ട് പറയുന്നുള്ളത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഡോക്യുമെൻ്റൊക്കെ കാണിക്കുമ്പോൾ പ്രോപ്പറായിട്ട് കാണിക്കുക. പിന്നെ ആൾക്കാർക്ക് ഈ ഡോക്യുമെൻറ്റിൽ ഈ ന്യായീകരണത്തിൽ ഇതിലൊന്നും താല്പര്യമില്ല ഇപ്പോൾ. കാരണം വെച്ചാൽ ഓൾറെഡി ഇത് മനസ്സിലായി കഴിഞ്ഞു. പിന്നെ ഇത് എന്തിനാണ് ആവശ്യമില്ലാതെ വീണ്ടും ഇനിയിപ്പോൾ പാർട്ട് 2, 3, 4 ഒക്കെ വരുന്നുണ്ടെന്ന് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഈ ഒരു ബ്ലോക്ക് ഇങ്ങനെ നിലനിൽപ്പുണ്ട്. അപ്പൊ അവർ പറയുന്നത് ബ്ലോക്ക് മരുന്നിനകത്ത് അലിയും, അതല്ല അലിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ശാരീരികമായിട്ടൊരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ ഡോക്ടറുമായിട്ട് ഒരു പക്ഷേ ആൾക്ക് അസുഖം ഉണ്ടായിരിക്കാം കേട്ടോ. അസുഖം ഇല്ല നമ്മൾ പറയുന്നില്ല, അസുഖമുള്ള വ്യക്തി തന്നെയാണ്. പിന്നെ എന്താ വെച്ചാൽ സർജറി കഴിഞ്ഞു. അപ്പോൾ എന്തുണ്ടായി എനിക്കത് ക്ലിയർ ആയില്ല. അപ്പോൾ ഫ്രൈഡേ കാണിച്ചു എന്ന് പറയുന്നത് ജാസ്മിൻ അല്ലേ ഒരു ഫ്രൈഡേ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിച്ചു എലിമിനേഷൻ ഫ്രൈഡേ ആണോ, ഡിസിഷൻ എടുക്കുന്ന ഫ്രൈഡേ ആണല്ലേ. പക്ഷേ ഫ്രൈഡേ സർജറി എന്ന് പറയുന്നുണ്ട്. പക്ഷേ എനിക്കൊന്ന് ചൊവ്വാഴ്ചയ്ക്ക് മാറ്റി എന്നൊക്കെ ഈ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞു കേട്ടു. പക്ഷേ യഥാർത്ഥത്തിൽ എന്ത് സംഭവിച്ചു എന്നുള്ള അറിയില്ല. എന്താണെന്നുണ്ടെങ്കിലും ഈ ഹാർട്ട് കണ്ടീഷൻ ഇരിക്കുന്ന ഒരു വ്യക്തിനെ ഇതുപോലത്തെ ഇൻ്റർവ്യൂവിൽ ഇരുത്തിയ ഒരു സംഗതിനെ നമുക്കൊരു രക്ഷയും പറയാതിരിക്കാൻ വയ്യ. പിന്നെ ചെക്കപ്പ് ഉണ്ട്. അപ്പോൾ ഞാൻ കുഴപ്പമൊന്നുമില്ല, ഇങ്ങനെ പോയതാ. ഈ കഴിഞ്ഞ ആഴ്ച ഒരു ചെറിയൊരു വല്ലായ്മ പോലെ എനിക്കിങ്ങനെ വന്നപ്പോൾ പെട്ടെന്ന് തന്നെ എൻ്റെ മാമാടെ മകനെ വിളിച്ചുകൊണ്ട് ഹോസ്പിറ്റലിൽ പോയി മരുന്നൊക്കെ തന്നു. കുഴപ്പമൊന്നുമില്ല. പിന്നെ ഡോക്ടർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, ചെറിയൊരു ഈ ബ്ലോക്ക് ഇച്ചിരി ഇതായിട്ടുണ്ടെന്ന് തോന്നുന്നു. കണ്ടപ്പോൾ കഴിഞ്ഞ വെള്ളിയാഴ്ച പിന്നെ പോകണമെന്ന് പറഞ്ഞാണ് ഇരുന്നത്. അപ്പം ഒരു സാങ്കേതിക പ്രശ്നം കാരണം അപ്പോൾ ചൊവ്വാഴ്ചത്തേന് ഞാൻ വിളിച്ചു പറഞ്ഞു ചൊവ്വാഴ്ച പോകും. അപ്പോൾ ചൊവ്വാഴ്ച പോകുമ്പോൾ കുറേ ചെക്കപ്പുകൾ തന്നിട്ടുണ്ട്. അന്ന് പോയപ്പോൾ കുറേ ചെക്കപ്പ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ആ ചെക്കപ്പ് എല്ലാം ചെയ്തിട്ട് ചൊവ്വാഴ്ച
ഞാൻ ഹോസ്പിറ്റലിൽ പോകും. അപ്പോൾ അത് ശരി. അപ്പോൾ ശരിയാണ്, പുള്ളി ഒന്നും ഉണ്ടായിട്ടില്ല. ഫ്രൈഡേ പുള്ളി പോകാൻ പറ്റിയിട്ടില്ല, ചൊവ്വാഴ്ചത്തേക്ക് മാറ്റി. ഞാനൊരു കാര്യം സംശയം ചോദിക്കട്ടെ, ബിഗ് ബോസ് മലയാളം സീസൺ 6 എന്ന പോലത്തെ ഇത്രയും വലിയ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലൈഫിൽ തന്നെ ഒരു ലൈഫ് ചേഞ്ചിങ് മൂമെൻ്റ് ആണ് ബിഗ് ബോസ് മലയാളം 6. അത് പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം. ഇതുപോലത്തെ ഒരു ഷോയിൽ സ്വന്തം മകൾ അവിടെ പോയി നിൽക്കുന്ന സിറ്റുവേഷനിൽ നല്ല രീതിയിൽ ആ കുട്ടി വോട്ടെവർ അതിനുള്ളിൽ ഗെയിം കളിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ പുറത്തെ കാര്യങ്ങൾ ഉള്ളിൽ അറിയിക്കേണ്ട എന്നുണ്ടെങ്കിൽ, അറിയിക്കണം എന്നുള്ള ഒറ്റ കാര്യം കൊണ്ടാണ് ചെയ്തിട്ടുള്ളത്, അറിയിക്കേണ്ട എന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള സിറ്റുവേഷനൊക്കെ വരുമ്പോൾ നിങ്ങൾ അതിൻ്റെ ഉള്ളിൽ വിളിച്ചറിയിക്കാൻ തോന്നുമോ? നിങ്ങൾ എന്തിനാണ് ഇപ്പം നിസ്സാരമായിട്ടുള്ളൊരു സംഭവമാണെന്നുണ്ടെങ്കിൽ, നിസ്സാരമായിട്ടുള്ള ഇപ്പോൾ ഇത് കഴിഞ്ഞു വെള്ളിയാഴ്ച, എൻ്റെ ഒരു സംശയം കേട്ടോ, വെള്ളിയാഴ്ച എന്ന് പറഞ്ഞു, അത് ചൊവ്വാഴ്ചത്തേക്ക് ചെക്കപ്പ് എന്ന് പറഞ്ഞു. ഇത് വളരെ ക്ലിയറായിട്ട് പുറത്ത് നടക്കുന്ന സംഗതി അതിൻ്റെ ഉള്ളിലേക്ക് ഹിൻഡ് കൊടുത്തത് തന്നെയാണ്. അല്ലാതെ അസുഖം ഉള്ളിൽ എന്താ പറയുക, ഈ അസുഖ വിവരത്തിന് മാത്രമേ, അതായത് ഇങ്ങനെ ഇത്രയും വലിയൊരു ഷോയിലാണ് മകൾ പങ്കെടുക്കുന്നത്. ഈ ഷോയിൽ മകൾ പങ്കെടുക്കുന്ന സമയത്ത് ഇനി പോസിറ്റീവ് ഓർ നെഗറ്റീവ് വോട്ടെവർ ആ കുട്ടിക്ക് അവിടെ ഒരു ഗെയിം സ്ട്രാറ്റജി ഉണ്ടായിരിക്കും. ആ ഗെയിം സ്ട്രാറ്റജി ആയിട്ട് ആ കുട്ടി മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് വിളിച്ചിട്ട് അതിനെന്തിനാണ് ഡിസ്റ്റർബ് ചെയ്യാൻ നിൽക്കുന്നത്? അപ്പോൾ നിങ്ങളുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ പുറത്തുള്ള കാര്യങ്ങൾ ഉള്ളിൽ അറിയിക്കുക എന്ന് മാത്രമാണ്. അതവിടെ ഹിൻഡായിട്ട് കൊടുത്തിരിക്കാം, ഒരുപക്ഷെ ചിലപ്പോൾ ഹിൻഡ് കൊടുത്ത് മനസ്സിലായിട്ടുണ്ടായിരിക്കാം. അതുകൊണ്ടാണ് ജാസ്മിൻ ജാഫർ പുറത്ത് വന്നതിന് ശേഷം വേറെ ഒന്നും പറയാതെ കരയ്ക്കുന്ന ആ ഇരുത്തം കണ്ടാൽ ഒരുവിധം എല്ലാവർക്കും മനസ്സിലാവും. ഒരുവിധം മൂളുള്ള എല്ലാവർക്കും മനസ്സിലാവും ഇത് ഹിൻഡ് കൊടുത്തു, ആ ഹിൻഡ് കിട്ടി. ഞാൻ അതിന് മുന്നേ തന്നെ വീഡിയോ ചെയ്തിരുന്നു, പക്ഷേ ചിലപ്പോൾ ഹിൻഡ് കൊടുക്കാൻ ചാൻസ് ഉണ്ടെന്നുള്ളത്, അല്ലെങ്കിൽ തിരിച്ചു വിളിക്കാനുള്ള ചാൻസ് ഉണ്ടെന്നുള്ള ഞാൻ വീഡിയോ ചെയ്തിരുന്നു. അത് ഞാൻ ചെയ്താൽ നമ്മളെ വേറൊന്നുമല്ല, അത് സ്വാഭാവികമായിട്ട് ഏതൊരു മനുഷ്യനും കണ്ടാൽ മനസ്സിലാവും. അത് ആ സിറ്റുവേഷനിൽ ഇയാളോട് പോയി ഫോൺ ചെയ്ത് അസുഖ വിവരം പറയാനല്ല എന്നുള്ളത്. കാരണം ഇത്രയും വലിയൊരു ഷോയിൽ വിളിക്കുന്ന സമയത്ത് എന്നിട്ട് ഇപ്പോൾ നമുക്ക് ഒന്നും കൂടി ബോധ്യമാവാൻ കാരണം എന്താ അറിയോ, ഇതേ വ്യക്തിൻ്റെ അപ്പോൾ ഇൻ്റർവ്യൂ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എത്രത്തോളം ആ രോഗത്തിൻ്റെ ഗൗരവം എന്നുള്ളത് മനസ്സിലായില്ലേ? എൻജോപ്ലാസ്റ്റ് ചെയ്യണമെങ്കിൽ അവർ പറയും, അതല്ല മരുന്നിൽ കുറച്ച് നാൾ കൂടെ നിൽക്കാം, നിന്നിട്ട് നമുക്ക് ഒന്നുകൂടെ നോക്കാം എന്ന് ഡോക്ടറുടെ കാര്യമാണ്. ഡോക്ടർ എന്ത് പറയുന്നത്, ഹോസ്പിറ്റലിൽ പോകുമ്പോഴേ ചിലപ്പോൾ ഡേറ്റ് തരും. ചിലപ്പം ഇത് 70% മുകളിലുണ്ടെങ്കിൽ എൻജോപ്ലാസ്റ്റ് ചെയ്യത്തുള്ളൂ. 70%, 80%, 70% ചെയ്തില്ല, 80% മുകളിൽ ബ്ലോക്ക് ഉണ്ടെങ്കിൽ മാത്രമേ എൻജോപ്ലാസ്റ്റ് ചെയ്യത്തുള്ളൂ. എനിക്കിപ്പോൾ സ്വാഭാവികമായി ശാരീരികമായി ഒരു അസ്വസ്ഥത വന്നതുകൊണ്ട് ഈ എത്ര ശതമാനം ആളുകളുണ്ട് എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അതിന് ഇപ്പൊ ഈ ചെക്കപ്പ് കഴിഞ്ഞിട്ട് ഡോക്ടർ കണ്ടതിന് ശേഷമേ പറയുള്ളൂ. അപ്പോൾ ശരി, ചെക്കപ്പ് കഴിഞ്ഞിട്ടില്ല, കണ്ടതിന് ശേഷം മാത്രമേ പറയുള്ളൂ. എനിക്ക് എൻ്റെ മകളോടൊന്ന് സംസാരിക്കണമെന്ന് ഞാൻ യേശുവിനോട് പറഞ്ഞു. എനിക്ക് 2 മിനിറ്റ് സമയം തന്നു, നിങ്ങളുടെ മകളുമായിട്ട് സംസാരിക്കാം. അത് നമ്മൾ പിന്നെ അതായത് സീക്രട്ടായിട്ടോ അല്ലെങ്കിൽ സീക്രട്ടിൽ സംസാരിക്കാനൊന്നുമല്ല, അവരുടെ ആ റൂമിൽ വെച്ച് തന്നെ സമയം തന്നേക്കുന്നത്. അതെ, ഇനി അതും കൂടെ വേണ്ടു. സീക്രട്ട് പറഞ്ഞത് പുറത്തു വിടാത്തോളം കാലം സീക്രട്ട് അല്ലേ? ഏഷ്യാനെറ്റ് നിങ്ങളും കൂടി അറിഞ്ഞിട്ടുള്ള സീക്രട്ട് അല്ലേ? ഇനിയിപ്പോൾ ഇനി അതും കൂടെ വേണ്ടു, ഡയറക്റ്റായിട്ട് ഫോണ്. റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിങ്ങനെ മോളെ എനിക്ക് അവൾക്ക് ശാരീരികമായിട്ട് ഒരു അസ്വസ്ഥത വന്നിട്ടുണ്ട്, ഹോസ്പിറ്റലിൽ പോയി. അപ്പോൾ വെള്ളിയാഴ്ച വെള്ളിയാഴ്ച ആവട്ടെ, വെള്ളിയാഴ്ച പോകുമ്പോൾ അറിയാം, എന്തായാലും കുഴപ്പമൊന്നുമില്ല, മോള് നല്ലോണം ഗെയിം കളിക്കണം. ഞാൻ ഇങ്ങനെ പറഞ്ഞു, നല്ലോണം ഗെയിം കളിക്കുക എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ എന്നോട് ചോദിച്ചു, എന്താ ഇങ്ങനെ പെട്ടെന്ന് വരാനുള്ള കാരണം? ഒരു ബ്ലോക്ക് നിൽക്കുന്നുണ്ടാണ് പെട്ടെന്ന് വരാനുള്ള കാരണം. പിന്നെ എന്റെ മകൾക്ക് ചിന്ത ആയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പെട്ടെന്ന് എനിക്കിങ്ങനെ വയ്യായിക വന്നപ്പോൾ എന്റെ മകളുടെ മനസ്സിൽ ഇനി എന്റെ കയ്യിൽ നിന്ന് വല്ല തെറ്റും വന്നത് കൊണ്ടാണോ എന്റെ അത്തായിക്ക് ഇങ്ങനെ സംഭവിച്ചത് എന്നുള്ളൊരു നല്ലൊരു ടെൻഷൻ എന്റെ മകൾക്ക് ഉണ്ടാവാൻ വഴിയുണ്ട്. അത് വെച്ചായിരിക്കും വഴിയുണ്ട്. അപ്പോൾ ഏകദേശം എല്ലാവർക്കും ആ വഴി മനസ്സിലായിട്ടുണ്ട്. ഇത്രയധികം ആൾക്കാർ ബിഗ് ബോസ് ഹൗസിനകത്ത് പറഞ്ഞിട്ട് ഒന്നും ആവാത്തൊരു വ്യക്തി ബാപ്പ വിളിച്ചിട്ട് ഒറ്റയടിക്ക് പറയുന്ന സമയത്ത്, ഒന്നുമില്ലാതെ ബാപ്പ അസുഖം മാത്രം പറയുന്ന സമയത്ത് ഒറ്റയടിക്ക് ക്ലിക്കാവുന്നു. ഇതായിരിക്കാം ആ ഒരു 1-2 ദിവസം നല്ലോണം ടെൻഷനിലായിരുന്നു. അത് വെച്ച് ജനങ്ങൾ ഒരുപാട് പേര് മുതലെടുത്തിട്ടുണ്ട്. എന്നിട്ട് പോലും ഭയക്കാത്ത ഞാൻ ശരി മുതലെടുത്തിട്ട്, ഈ മുതലെടുപ്പാണ് ഏറ്റവും വലിയ പ്രശ്നം. പോസിറ്റീവായിട്ട് ചെയ്യുന്ന വീഡിയോസിനൊന്നും യാതൊരു ഇഷ്യൂ ഇല്ല അല്ലേ, നോ പ്രോബ്ലം. ഒരു അച്ഛൻ്റെ രോദനമായിട്ട് നമ്മളിതിനെ കൺസിഡർ ചെയ്യുന്നു. ഇങ്ങനെയൊന്നും പറയണതിലൊന്നും എന്താ പറയുക, ഞാൻ പണ്ടൊന്നും വീഡിയോസ് ചെയ്യുന്ന സമയത്ത് ഇത്ര ഇങ്ങനെ ഒരു അസുഖ വിവരമൊക്കെ ഉണ്ടാവുന്ന സമയത്ത് നമ്മളിങ്ങനെ പറയാറില്ല. പക്ഷേ ഇത് നമുക്ക് ഒരു 90%, 99% നമുക്ക് ഉറപ്പാണ്. അസുഖമില്ല എന്നല്ല കേട്ടോ, അസുഖമുണ്ട്. പക്ഷേ അതിനുള്ളിലേക്ക് വിളിക്കാനുള്ള റീസൺ ഒരിക്കലും അസുഖം മാത്രമല്ല, അത് ജാസ്മിൻ ജാഫറിൻ്റെ കളി അവിടെ മാറ്റാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ അങ്ങനെ എന്താ ഈ ഷോയിൽ ഇതുള്ളത്? അങ്ങനെ തന്നെ പോട്ടെ, അങ്ങനെ തന്നെ പോയി ഒരു സ്വാഭാവികമായിട്ട് അവർ അടിച്ച് പിരിഞ്ഞിരുന്നെങ്കിൽ ഒന്നും കൂടി ജനങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുമായിരുന്നു.
ഇതും ചിലപ്പോൾ ആൾക്കാരും മാറ്റും. ഇപ്പോൾ PR വർക്ക് എല്ലാവരും കൊടുത്തിട്ടുണ്ടായിരിക്കും, ഇന്ന ആളെന്നല്ല, എല്ലാവരും PR വർക്കിന് പൈസ എറിഞ്ഞിട്ടുണ്ടെന്നുള്ളത് 100% ഷുവറാണ്. ഒരു ശാരീരികമായ ഒരു ഇത് വന്നപ്പോൾ എനിക്ക് എന്റെ ജംഗ്ഷനിൽ ഇറങ്ങാൻ പാടില്ല, എന്റെ ജംഗ്ഷനിൽ ഇറങ്ങി കാപ്പി കുടിക്കാൻ പാടില്ല, ജ്യൂസ് കുടിക്കാൻ പാടില്ല, അത് സീക്രട്ടായിട്ട് കുടിക്കണം എന്നൊക്കെ പറഞ്ഞാല് അതൊന്നും ഞാൻ അക്സെപ്റ്റ് ചെയ്യില്ല. അതെ, മൂപ്പരൊന്നും അക്സെപ്റ്റ് ചെയ്യുന്നില്ല, അതേമാതിരി ബാക്കിയുള്ളവരും അക്സെപ്റ്റ് ചെയ്യില്ല. നമ്മളെപ്പോലെ വീഡിയോ കാണുന്ന ആൾക്കാരും നമ്മളെപ്പോലെ എന്താ പറയുക ബിഗ് ബോസിനെ കാണുന്ന ആൾക്കാരും ഇതൊക്കെ കണ്ട് മനസ്സിലാക്കിയ ആൾക്കാരും ഒരു കാരണവശാലും അക്സെപ്റ്റ് ചെയ്യില്ല. ആക്സെപ്റ്റ് ചെയ്യാത്താണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓരോരുത്തരെ വണ്ടിക്കകത്ത് സീക്രട്ടായിട്ട് എന്തൊക്കെയാ ചെയ്യുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. എന്റെ മകള് കോടാനകോടി ജനങ്ങൾ കാണുന്ന ഷോയിലല്ലേ ഇതൊക്കെ അനിൽമാരാണ്. ഈ വണ്ടിക്കകത്ത് പറഞ്ഞത് മറ്റാളാട്ടോ. അയ്യോ, വണ്ടിക്കകത്ത് ചെയ്തത് സീക്രട്ട് ഏജൻറ്റാണ്. പിന്നെ വേറൊരു കാര്യം പറയുന്നുണ്ട്, ഈ ജാസ്മിൻ ജാഫറിൻ്റെ വളരെ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സ് പോലും അത് ആരെ പറഞ്ഞില്ല, സീക്രട്ട് ഏജൻ്റാണെന്ന് അറിയില്ല. കാരണം ജാസ്മിൻ ജാഫറും സീക്രട്ട് ഏജൻറ്റും ക്ലോസ് ആയിരുന്നു. അതുപോലും എന്താ പറയുക, സീക്രട്ട് ഏജൻ്റ് എന്നല്ല, അതുപോലും കണക്കിലെടുക്കാതെയാണ് ഓരോരുത്തർ അഭിപ്രായം പറയുന്നുണ്ട്. വാട്ട് എവർ, നമുക്കറിയില്ല. വെളിയിൽ പോയി പിന്നെ എന്താണ് പൈസയോ എന്തോ അസുഖം വന്നെന്ന് പറഞ്ഞു അനിൽമാരും വെളിയിൽ പോയിട്ട് തിരിച്ചു വരും. വെളിയിലെ കാര്യങ്ങളൊന്നും അറിയാതെ തിരിച്ചു വന്നത് ഇതൊന്നും ജനങ്ങൾക്ക്. യെസ്, ഇതോടുകൂടി നമ്മൾ ഈ ഒരു ക്ലിപ്പ് പരിപാടി വൈൻഡപ്പ് ചെയ്യാം. പക്ഷേ ഒരു കാര്യം ഇതിലും കൂടി പറഞ്ഞു നിർത്തിട്ടാണ്, ഈ അഖിൽമാരാറും മണിക്കുട്ടനും ഡിംപിൾ ബാലും ഈ 3 പേരും പുറത്തു പോയി എന്നിട്ട് തിരിച്ചു വന്നതിന് ശേഷം അങ്ങനെ എന്നൊക്കെ പറയുന്നുണ്ട് അല്ലേ. അതുപോലെയല്ല ജാസ്മിൻ ജാഫറിൻ്റെ സിറ്റുവേഷനുള്ളത്. അഖിൽമാരാർ അസുഖമായി പുറത്തു പോയി, അതാണ് ഒരു സിറ്റുവേഷൻ. ശരിയാണ്, തിരിച്ചു വന്ന സമയത്ത് അയാൾക്ക് ചേഞ്ച് ഉണ്ടായിരുന്നു. ഡിംപിളിൻ്റെ അച്ഛൻ മരിച്ചിട്ടാണ് പോയത്, തിങ്കളല്ല ഡിംപിളിൻ്റെ. മണിക്കുട്ടൻ മാനസികമായിട്ട് കയറുന്നു, അത് ചിലപ്പോൾ ഏഷ്യാനിൻ്റെ കളിയായിരിക്കാം. ആ സമയത്ത് നമ്മൾ റിവ്യൂ ഉണ്ടായിരുന്നെങ്കിൽ അതിനെ വളരെ പച്ചക്കന്നെ വിമർശിച്ചേനെ. ഈ 2 കേസും, അഖിലിൻ്റെ കേസ് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്, വളരെ ക്ലിയറായിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഡിംപിളിനെ നമ്മൾ സംസാരിച്ചില്ല, കാരണം അത് അങ്ങനത്തെ ഒരു അച്ഛൻ മരിച്ച കേസ് ആയതുകൊണ്ട്. പക്ഷേ ജാസ്മിൻ ജാഫറിൻ്റെ സിറ്റുവേഷൻ അതല്ല. അതിൻ്റെ ഉള്ളിൽ വളരെ മോശമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിനെ പുറത്തുനിന്ന് പേരൻസ് വിളിച്ചിട്ട് നീ ഇങ്ങനെ കളിക്കരുത്, അങ്ങനെ കളിക്കുന്നത് പറഞ്ഞു കൊടുക്കണം, അല്ലെങ്കിൽ ഹിൻഡ് കൊടുക്കണം, വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. അത് മാത്രമാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്നത്. അത് വളരെ മോശമായിപ്പോയി, അത് പറഞ്ഞുകൊണ്ടിരിക്കും. ഇനി ഇതിൻ്റെ പേരിൽ ഇനി സൈബർ ബുള്ളിങ് ആണ്, ഇതാണ് യൂട്യൂബേഴ്സ് പാസിന് വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറയുകയാണെങ്കിൽ ഒറ്റ ഉത്തരം മാത്രമേ പറയാനുള്ളൂ. ചാരിറ്റിക്ക് വേണ്ടിയിട്ടല്ല ആരും ബിഗ് ബോസിൽ പോയിട്ടുള്ളത്, അവിടെയും കാശുണ്ടാക്കാൻ തന്നെ പോയിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് പബ്ലിക് ഷോ കാണുന്നൊരു ഷോ ആണ്. പബ്ലിക് അവർ സമയം മെനക്കെടുത്തിയിട്ട് റീചാർജ് ചെയ്ത് കാണുന്നൊരു ഷോന് അത് അഭിപ്രായം പറയാൻ തന്നെ ഷോ ചെയ്യുന്നത്. ആ അഭിപ്രായം ഇത് കാണിച്ചിട്ടുള്ള സംഗതി വിറ്റിട്ടാണ് വോട്ടാക്കി മാറ്റുന്നത് അല്ലേ. ആ വോട്ട് കൊണ്ടാണ് ജയിക്കുന്നത്. അപ്പോൾ അത് വോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ വോട്ട് ചെയ്യുന്നത്, ഇപ്പോൾ ഞാനും ചെയ്യുന്നുണ്ട് വോട്ട്, റിവ്യൂ മാത്രമല്ല, അതുപോലെ എല്ലാവരും വോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ വോട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് ഇതുപോലെ അഭിപ്രായം പറയാനും കമൻറ്റ് ചെയ്യാനുള്ള പരിപൂർണ്ണ അവകാശമുണ്ട്. ചില ആൾക്കാർ സൈബർ ബുള്ളിങ് ചെയ്യുന്നത് നമ്മളതിന് കംപ്ലീറ്റ്ലി എതിരാണ്. ഇതിപ്പോൾ ഈ കുടുംബത്തിനെതിരെ ഇങ്ങനെ രീതിയിൽ പറയേണ്ടി വന്നതും ആൾക്കാർ കമൻറ്റ് ചെയ്യേണ്ടി വന്നതും വീഡിയോസ് ചെയ്യേണ്ടി വന്നതും 100% ഷുവറാണ് മറ്റുള്ള ക്രിയേറ്റേഴ്സിനൊക്കെ ഇതുപോലെ ഒരു ഇൻ്റർവ്യൂ ഈ ചാനലിൽ വന്നുകൊണ്ടാണ്. ഒരിക്കലും ഈ സമയത്തൊന്നും പേരൻസ് പുറത്ത് വരാൻ പാടില്ലായിരുന്നു. ഇതോടുകൂടി അത് കഴിഞ്ഞ് പോവുമായിരുന്നു വേണ്ടിയിരുന്നത്. എന്താ ഒരു ആവശ്യമില്ലാതെ കഴിഞ്ഞ ഫ്രൈഡോടുകൂടി തീർന്ന് ഇപ്പോൾ കളിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഇത് ആൾക്കാർ ഇതൊക്കെ മറക്കുമായിരുന്നു. വെറുതെ എന്തിനാ സ്വയം റോസ്റ്റ് ചെയ്യപ്പെടാനുള്ള ട്രോൾ ഉണ്ടാക്കാനുള്ള ഒരവസ്ഥ ചെയ്തു കൊടുത്തത്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യട്ടോ.